ഹേയ് കുംബരീസ്, എല്ലാവർക്കും ഉപകാരപ്രദമായ ഒരു നൈസ് സപ്പൻ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കണ്ടതാണ് തെർമൽ പ്ലേറ്റ്, അതായത് ട്രെയിലറിൻ്റെ അവിഭാജ്യ ഘടകം. ഈ ലിവർ വലിച്ചാണ് നമ്മൾ ട്രെയിലർ കണക്ട് ചെയ്യുക, ഡിസ്കണക്ട് ചെയ്യുക, അങ്ങനെയുള്ള പരിപാടികൾ ചെയ്യുന്നത്. ട്രെയിലർ കണക്റ്റ് ആകുന്ന സമയത്ത് ഇത് അകത്തേക്ക് പോകുന്നതാണ് കേട്ടോ. ലാസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ഈ കാണുന്ന ഷിൻഡായി ആണ് നമ്മുടെ ട്രക്കിൽ പോയി കണക്റ്റ് ആവുക. അപ്പോൾ ഈ വീഡിയോ എടുക്കാൻ വേണ്ടി നമ്മുടെ കൂട്ടത്തിലുള്ളത് കോഴിക്കോടിൻ്റെ നമ്മുടെ സ്വന്തം കിമ്മിൻ്റെ മുത്ത് സതീഷ് എണ്ണാണ്, എൻ്റർടൈനർ സതീഷ് എണ്ണാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ഞാനതിൻ്റെ വോയിസ് ഓവർ ചെയ്യുന്നതാണ്, ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നതാണ്. ട്രെയിലറിൻ്റെ സ്റ്റാർട്ടിംഗ് പോർഷനിൽ കൊണ്ട് ട്രക്കിങ്ങിനെ നിർത്തിയതിന് ശേഷം ബ്രേക്ക് സപ്ലൈ ചെയ്യുന്ന എയറോസ് നമ്മൾ ആദ്യം കണക്ട് ചെയ്യുന്നതാണ്. അതിനുശേഷം നമ്മൾ പവർ സപ്ലൈ ചെയ്യുന്ന ഇൻഡിക്കേറ്റർ, പാർക്ക് ലൈറ്റ്, ബ്രേക്ക് ലൈറ്റ് എന്നിവ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പവർ സപ്ലൈ കണക്ട് ചെയ്യുന്ന കേബിൾസ് രണ്ടാമതായിട്ട് നമ്മൾ അതിൽ കൊണ്ട് കണക്ട് ചെയ്യുന്നതാണ്. ഇങ്ങനെ കേബിൾസ് എല്ലാം കണക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ട്രക്ക് പുറകിലേക്ക് എടുത്ത് ടെർമിനൽ പ്ലേറ്റ് നേരെ നമ്മൾ നേരത്തെ കാണിച്ച ട്രെയിലറിൻ്റെ ഷെൻഡായി കൊണ്ട് കണക്ട് ചെയ്യുമ്പോഴത്തേക്കും സംഭവം പൂർത്തിയായി. നാട്ടിലാണെങ്കിൽ നമുക്ക് ഇതുപോലെ ട്രെയിലറും ട്രക്കും തമ്മിൽ കണക്ട് ചെയ്തതിന് ശേഷം ഈ കേബിൾ പിടിപ്പിക്കാവുന്നതാണ്. എയർ അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ കാണിക്കുന്നത്. ജീപ്പ് വീലിൻ്റെ അവിടുത്തെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം ട്രക്ക് പുറകിലേക്ക് എടുക്കുക. ഇപ്പം നോക്കിയോ കണക്റ്റ് ആവുന്നത്. നേരെ പുറകിലേക്ക് പതിയെ കൊണ്ടുവരിക, ഒരൊറ്റടി ടക്കെ, പരിപാടി കഴിഞ്ഞു, സംഭവം കണക്റ്റ് ആയിട്ടുണ്ട്. എപ്പോഴും ശ്രദ്ധിക്കുക, ഈ ക്രോസ് വന്നേക്കുന്ന സാധനമാണ് ലോക്ക്. അതെപ്പോഴും ശ്രദ്ധിക്കുക. അത് ലോക്ക് വന്നിട്ടില്ലെങ്കിൽ അപകടമാണ്, കണക്റ്റ് ആയിട്ടില്ലെന്നാണ് അർത്ഥം. വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ കമൻറ്റ് ചെയ്യുക. ബൈ ബൈ, സീ യു സൂൺ.